വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും അറിയുന്നതൊക്കെയാണ്, പക്ഷെ പലപ്പോഴും വിട്ടുപോകുന്നതും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന്. ടോപ്പിക്ക് രേവതി പട്ടത്താനം. ശരിക്കും രേവതി പട്ടത്താനം എന്നല്ല അതിനെ പറയേണ്ടത്, രേവതി ഭട്ടതിരിപ്പാട് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭരണിയുടെ അല്ലെ, രേവതി ഭട്ടത്താനം എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് ചുരുങ്ങി ചുരുങ്ങി പട്ടത്താനമായി മാറി. എന്താണ് രേവതി പട്ടത്താനം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മധ്യകാലഘട്ടത്തിൽ കേരള ഹിസ്റ്ററിയുടെ, കേരള ചരിത്രത്തിന്റെ മധ്യകാലഘട്ടത്തില് കേരളീയ സമൂഹത്തില് വൈജ്ഞാനിക മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു എന്താ പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മത്സരം എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ രേവതി പട്ടത്താനം എന്ന് പറയാം. അന്നത്തെ കാലത്ത് വേദങ്ങൾ പഠിച്ച് നല്ല വേദങ്ങളില് പാണ്ഡിത്യം ഉള്ളവര്, മീമാംസകളില് പാണ്ഡിത്യമുള്ളവര്, തർക്കങ്ങളില്, വ്യാകരണങ്ങളിലൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ബ്രാഹ്മണ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ എല്ലാവരും കൂടിയിരുന്ന ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണ്. ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഭട്ട എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കുകയാണ്. അതാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും ഇത് 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ സാമൂതിരിയുടെ കാലത്താണ് ആരംഭിക്കുന്നത് എന്നാണ് കേരളത്തിലെ ചരിത്രം പറയുന്നത്. അപ്പൊ സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് ജില്ലയിൽ തളി ക്ഷേത്രത്തിൽ ആണ് ഈ രേവതി പട്ടത്താനം എന്ന് പറയുന്ന പണ്ഡിത സദസ്സ് നടക്കുന്നത്. അപ്പൊ ഈ രേവതി പട്ടത്താനം എന്നു മുതൽ എന്ന് വരെ, തുലാമാസത്തിലെ രേവതി നാള് മുതൽ തിരുവാതിര നാള് വരെ 7 ദിവസം നടക്കുന്ന പണ്ഡിത സദസ്സ് എന്നോ മത്സരം എന്നോ വൈജ്ഞാനിക സദസ്സ് എന്നൊക്കെ ഇതിനെ വിളിക്കാം. അതിന്റെ പേരാണ് രേവതി പട്ടത്താനം. അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്, തളിയിൽ താനം. എന്താണ്? തളിയിൽ താനം. അപ്പൊ 7 ദിവസമാണ് ചടങ്ങ്. അപ്പൊ നമ്മൾ പറഞ്ഞു, സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തളി ക്ഷേത്രത്തില് തുലാമാസത്തില് രേവതി മുതൽ തിരുവാതിര വരെ നടക്കുന്ന പണ്ഡിത സദസ്സാണ് രേവതി പട്ടത്താനം, അല്ലെങ്കിൽ ഭട്ടത്താനം, അല്ലെങ്കിൽ തളിയിൽ താനം എന്ന് പറയും. ഈ 7 ദിവസമാണല്ലോ. അപ്പൊ ചടങ്ങിന്റെ അവസാന ദിവസം അഥവാ 7-ാമത്തെ ദിവസം സാമൂതിരിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചൻ വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിജയെ പ്രഖ്യാപിക്കുമ്പോൾ വിജയിക്ക് സാമൂതിരി എന്ത് കൊടുക്കുന്നു? ഭട്ട എന്ന് പറയുന്ന സ്ഥാനവും പണക്കിഴിയും നൽകുകയാണ്. അതാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്ന ചടങ്ങ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഇത്രയാണ് രേവതി പട്ടത്താനത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ പരിപാടി എന്താണ്? ഔപചാരികമായിട്ട് 14-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഈ പരിപാടി ഔപചാരികമായി 1934 വരെ ആചരിച്ചിരുന്നു, അല്ലെങ്കിൽ ആഘോഷിച്ചിരുന്നു എന്നാ പറയണേ. ഇപ്പോഴും നടക്കുന്നുണ്ട് തളി ക്ഷേത്രത്തില്. എന്താണ് അതിന്റെ രേവതി പട്ടത്താനത്തിന്റെ ഓർമ്മയ്ക്ക് ഇപ്പോഴും ഈ ദിവസം എന്താ പറയുന്നത്, വളരെ പ്രശസ്തരായിട്ടുള്ള കവികളെയും അങ്ങനെ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരെ ആദരിക്കുന്ന ചടങ്ങ് നിലവിലും തളി ക്ഷേത്രത്തില് നടക്കുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. ഈ രേവതി പട്ടത്താനത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയേണ്ട വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിത സദസ്സിന്റെ പേരാണ് 18 കവികൾ. അതെന്താ അത്? മാനവ വിക്ര സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന പണ്ഡിത സദസ്സിന്റെ പേരാണ് 18 കവികളെ. ഇഷ്ടം പോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് 18 കവികൾ? അത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. 18ഉം അരയും എന്താ പറയണത്? ഈ കവികൾ 18 കവികളില് 18 കവികൾ സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ളവരായിരുന്നു. സംസ്കൃതത്തിൽ കഥകളും കവിതകളും ഒക്കെ രചിച്ചിട്ടുള്ളവരായിരുന്നു. അതിൽ അരക്കവി, അര എന്ന് പറയുന്ന ആ വ്യക്തി മലയാളത്തിൽ മാത്രം കവിത എഴുതിയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ മലയാളത്തിൽ മാത്രം കവിത എഴുതുന്ന ആളായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒരു പൂർണ്ണ കവിയായിട്ട് അന്ന് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 18 കവി എന്ന് പറയുന്നത്. ആ 18 കവികളിലെ അരക്കവി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പുനം നമ്പൂതിരി എന്നാണ്. ആരാണ്? പുനം നമ്പൂതിരിയാണ് അരക്കവി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനവ വിക്രമ സാമൂതിരിയുടെ പണ്ഡിത സദസ്സാണ് 18 കവികളില്. ഈ 18 കവികളിൽ ആരാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ.
രേവതി പട്ടത്താനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് നടന്നിരുന്ന തളി ക്ഷേത്രത്തിൽ, കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രത്തിൽ നടന്നിരുന്ന 7 ദിവസത്തെ ഒരു പണ്ഡിത സദസ്സിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ വൈജ്ഞാനിക സദസ്സിനെ വിളിക്കുന്ന പേരാണ് രേവതി ഭട്ടത്താനം, അല്ലെങ്കിൽ രേവതി പട്ടത്താനം, അല്ലെങ്കിൽ തളിയിൽ താനം എന്നൊക്കെ വിളിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലെ തളി ക്ഷേത്രത്തിൽ തുലാമാസത്തിൽ രേവതി നാൾ മുതൽ തിരുവാതിര നാൾ വരെയാണ് നടത്തിയിരുന്നത്. 7 ദിവസമാണ് നടത്തിയിരുന്നത് അല്ലെ. ഇനി ആരാണ് അന്ന് വിജയെ പ്രഖ്യാപിച്ചിരുന്നത്? സാമൂതിരിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചനാണ് വിജയെ പ്രഖ്യാപിക്കുന്നത്. വിജയ്ക്ക് പട്ടസ്ഥാനവും പണക്കിഴിയൊക്കെ നൽകിയിരുന്നത് സാമൂതിരി ആയിരുന്നു. ഇനി മാനവ വിക്ര സാമൂതിരിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സിനെ 18 കവികൾ എന്ന് വിളിക്കുന്നു. പരീക്ഷയുടെ ചോദ്യം തന്നെയാണ് അടുത്ത ചോദ്യം. 18 കവികളിൽ അരക്കവി പുനന്തമ്പൂതിരിയാണ്. കാരണവും നമ്മൾ പറഞ്ഞു, എന്താണ്? മലയാള കവിത എഴുതിയത് കൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ആണ്. എന്നാൽ നമ്മൾ അത്രയ്ക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇത്രയും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും പഠിച്ചോളം നിർബന്ധമില്ല. അപ്പൊ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണു. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.